പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഗാഡ്ഗിൽ കമ്മിറ്റി. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം നിയോഗിച്ച ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശ്രീ ഉർജിത് പട്ടേൽ. ശ്രീ രഘുറാം രാജൻ വിരമിച്ച ഒഴിവിലാണ് ഇദ്ദേഹം ഗവർണറായി ചുമതലയേൽക്കുന്നത്. RBI സ്ഥാപിതമാകുന്നത് 1935 ഏപ്രിൽ 1-നാണ്. ഇതിന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ 2015 ജനുവരി 1 മുതൽ അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്ന പേരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിന്റെ CEO അമിതാഭ് കാന്ത് ആണ്. എത്രാമത്തെ ലോകസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്? 16-ാം ലോകസഭ. 5 വർഷത്തിൽ ഒരിക്കലാണ് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകസഭയുടെ മാക്സിമം സ്ട്രെങ്ത് 545 ആണ്. ഇതിൽ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തിനും അതാത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അനുപാതത്തിലാണ് സീറ്റുകൾ വിഭജിച്ച് നൽകുന്നത്. കേരളത്തിന് ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത് 20 സീറ്റുകളാണ്. ലോകസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ശ്രീമതി സുമിത്ര മഹാജനാണ്. ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ശ്രീമതി മീര കുമാർ ആയിരുന്നു. ലോകസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ M തമ്പിദുരൈ ആണ്. ലീഡർ ഓഫ് ദ ഹൗസ് ശ്രീ നരേന്ദ്രമോദി ആണ്. 10%-ലധികം സീറ്റ് നേടിയ ഒപ്പോസിഷൻ പാർട്ടികളൊന്നും ഇല്ലാത്തതിനാൽ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ എന്ന സ്ഥാനം ഇപ്പോൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ എത്രാമത്തെ വർഷമാണ് 2013 ആഘോഷിച്ചത്? 100. 1913-ലാണ് ശ്രീ ദാദാസാഹിബ് ഫാൽക്കെ രാജാ ഹരിശ്ചന്ദ്ര എന്ന പേരിൽ ഒരു നിശബ്ദ ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മറാത്തി ഭാഷയിലായിരുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്നത്. പുതിയതായി രൂപീകരിക്കപ്പെട്ട തെലുങ്കാനയുടെ തലസ്ഥാനം ഏത്? ഹൈദരാബാദ്. 2014-ലാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാന എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖര റാവു ആണ്. ഇദ്ദേഹമാണ് ഇപ്പോഴും തെലുങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. 2013-ലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ശ്രീ വിരാട് കോഹ്ലി. കായികരംഗത്തെ മികച്ച നേട്ടത്തിന് 1961 മുതലാണ് അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. ഇത് ആദ്യമായി നേടിയ മലയാളി പർവ്വതാരോഹകനായ ശ്രീ C. ബാലകൃഷ്ണനായിരുന്നു. വോളിബോൾ പ്ലെയറായ ശ്രീമതി KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. 2014-ൽ അത്ലറ്റിക്സിൽ നിന്ന് ടിൻഡു ലൂക്കയും ബാഡ്മിന്റണിൽ നിന്ന് V. ഡിജുവും ബാസ്കറ്റ്ബോളിൽ നിന്ന് ഗീതു ആൻഡ്രോസ്, വോളിബോൾ പ്ലെയറായ ടോം ജോസഫ് എന്നിവർ ഈ അവാർഡ് നേടുകയുണ്ടായി. 2014-ലെ ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടന്ന സ്ഥലം തിരുവനന്തപുരം. ജൂൺ 19, 2013-ൽ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി എത്ര കോടിയാണ്? 1000 കോടി. മഴ വെള്ളപ്പൊക്ക കെടുതികളെ തുടർന്ന് ആണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് ഈ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച നാവിഗേഷൻ ഉപഗ്രഹം ഏത്? PSLV C-33. ഇത് 2016 ഏപ്രിലാണ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ 90% അടങ്ങിയിരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഈ പാളിയിലൂടെയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. ഭൗമ ഉപരിതലത്തിലുള്ള പാളി അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ എന്നാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന പാളി അറിയപ്പെടുന്നത് മെസോസ്ഫിയർ എന്നാണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോകോം ആണ്. ഇത് യൂറോബിലിൻ എന്ന പേരിലും അറിയപ്പെടുന്നു.
നർമ്മദ, തപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏത്? അറബിക്കടൽ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി സിംസൺ. ഇത് ഓസ്ട്രേലിയയിലാണ്. 2013 കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.8%. 2015-2016 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 5% കൂടി എന്നാണ് ഒരു പ്രമുഖ ദേശീയ പത്രം നൽകുന്ന സൂചന. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യുന്ന രക്തത്തിന്റെ അളവ് 470 മില്ലി ആണ്. ഇത് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ദാനത്തിലൂടെ നഷ്ടപ്പെടുന്ന റെഡ് ബ്ലഡ് സെൽസിനെ 10 മുതൽ 12 ആഴ്ചകൾക്കുള്ളിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിവുണ്ട്. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമേത്? യുറേനിയം 235. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്ര? 11.2 km/s. ഈ വേഗത കൈവരിച്ചാൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും ഒരു വസ്തുവിന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനപ്രദേശം ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-47. ഇത് വാളയാർ കളിയിക്കാവിള ദേശീയപാതയാണ്. തലപ്പാടി മുതൽ ഇടപ്പള്ളി വരെയുള്ള NH-17 എന്ന ദേശീയപാത കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ ഈ ദേശീയപാത അറിയപ്പെടുന്നത് നാഷണൽ ഹൈവേ 66 എന്ന പേരിലാണ്. കേരളത്തിലാകെ 8 ദേശീയപാതകളുണ്ട്. ഏറ്റവും ചെറുത് NH-47A ആണ്. ഇത് കുണ്ടന്നൂരിൽ തുടങ്ങി വില്ലിംഗ്ടൺ ഐലൻഡിൽ അവസാനിക്കുന്നു. വെറും 6 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൈർഘ്യം. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. ഇത് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലമാണ്. സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപങ്ങൾ ഉള്ളത് എവിടെയാണ്? ആലപ്പുഴ ചേർത്തല മേഖലയിൽ. സിലിക്കയുടെ കണ്ടന്റ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇത് പഞ്ചാര മണൽ എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇത് ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഈ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8611 മീറ്റർ. ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82°30' കിഴക്ക്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ? 1907. ജംഷഡ്ജി ടാറ്റയാണ് ഇതിന്റെ ഫൗണ്ടർ. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. ഇത് ജമ്മു ആൻഡ് കശ്മീരിലാണ് ഈ പ്രദേശം സ്ഥിതി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ഇന്ത്യയിൽ ആകെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയത്? ആർട്ടിക്കിൾ 17. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ കൃഷി, ജലസേചനം. ഇത് 1951 മുതൽ 1956 വരെയായിരുന്നു. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അതാത് കാലഘട്ടത്തെ പ്രധാനമന്ത്രിമാരായിരിക്കും. ഇപ്പോൾ ഈ സ്ഥാനം വഹിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം.
ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? 1993. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിക്ക് അനുവദിച്ചു നൽകുന്ന 6 പൗരാവകാശങ്ങളാണ് ഉള്ളത്. വിവരസാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ? 2000. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. 2005 പാർലമെന്റ് പാസാക്കിയ ഈ നിയമം 2006 പ്രാബല്യത്തിൽ വരുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2005. ഈ നിയമപ്രകാരം 30 ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് വിവരം കൈമാറണം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീമതി സരോജിനി നായിഡു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹമാണ് ആര്യസമാജത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. 1917 ബീഹാറിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും. പ്രധാനമന്ത്രി നെഹ്റു എന്ന് നടത്തിയതാണ് ഈ പ്രസ്താവന. 1955 ലോകസഭയിൽ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ്? ചേരിചേരാ നയം. 1985 പ്രാദേശിക സഹകരണത്തിനുള്ള ദക്ഷിണ ഏഷ്യൻ സംഘടന സ്ഥാപിതമായത്. ഇതിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യ. സാർക്ക് എന്ന പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. ഇതിലെ അംഗരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, മാൽദീവ്സ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവരാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആചാര്യ വിനോബ ഭാവെ. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആചാര്യ വിനോബ ഭാവെ.